ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൈഹാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു അറബിക് ഫിഷ് മജ്ബൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഈ റൈസിലൊക്കെ ഫിഷിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് ഫിഷ് മജ്ബൂസ് ചെയ്യാറ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റൈസിലൊന്നും കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവർ വരണമെന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് മജ്ബൂസ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഫൈഹാസ് കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫിഷ് മജ്ബൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ജഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ഫിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. കിങ് ഫിഷൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് ഞാൻ തലേ ദിവസം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അറബിക് മസാല, ഉപ്പ് ഇത്രയും ചേർത്തിട്ട്. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇത് ഒരു ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഫ്രൈ പാനിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് നമ്മളിപ്പോൾ ഈ ഒരു മസാല സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഫ്രൈ പാനിലേക്ക് ഓയിലൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഈ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഇത് ശരിക്കൊരു നമ്മളൊരു അറബി വീട്ടിൽ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മസാല നമ്മൾ റൈസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അടി പിടിക്കുന്നുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കണം. ഈ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുന്നൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അടി പിടിക്കുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ അളവിൽ അറബിക് മസാല, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് നമ്മുടെ ഡ്രൈ ലെമൺ പൊടിച്ചിട്ടുള്ളതാണ്, അതോടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല ബ്രൗൺ കളറാവണം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മസാല ഒക്കെ എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഈ മസാല ഒക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, കണ്ടോ ഇതുപോലെ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് ടെക്സ്ചറിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മജ്ബൂസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഒക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 വഴനയില ചേർത്ത് കൊടുക്കാം, ബേ ലീഫ്, അതുപോലെ 2 ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ 4-5 ഗ്രാമ്പൂ, 4-5 ഏലക്ക, ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ 2 ഉണക്കനാരങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, നമ്മൾ ക്രഷൊന്നും ചെയ്യാത്ത മുഴുവനോടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂണ് അറബിക് മസാല, ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത അത് ഉണക്കനാരങ്ങ പൊടിച്ചത് അതൊരു 1/4 ടീസ്പൂണോടെ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു വലിയ നല്ല പഴുത്ത തക്കാളി അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് എടുത്തത് അതുകൊണ്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക ഇതിൽ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 4 പച്ചമുളക് മുഴുവനോടെ തന്നെ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അളവ് എന്നുള്ള അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ചുടുവെള്ളമാണ്, നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ഗ്ലാസ്സാണ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ചൊരു അറബിക് മസാലൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അറബിക് മസാല, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഈ ഒരു അളവിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ നോക്കുക, ഉപ്പൊക്കെ കുറവുണ്ടാകുന്നൊക്കെ ഈ ഒരു സ്റ്റേജിൽ നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുക്കാം. ഓരോ പീസായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫിഷിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ ഒരു റൈസിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഫിഷ് അധികം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഫിഷൊക്കെ ഒന്ന് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തും കൂടെ എടുക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഫിഷിനൊക്കെ ഒന്ന് പതിയെ ഒന്ന് എടുത്ത് മാറ്റാം. ഫിഷ് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പതുക്കെ എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറവുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി, ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ്. ഞാനൊരു അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അതുകൂടെ ഒന്ന് ചേർത്ത് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെള്ളമൊക്കെ നമ്മൾ കറക്റ്റിനാണ് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഓരോ അരിയും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കണ്ടോ? ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ അരിയൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാശ്മീരി ചില്ലി പൗഡർ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് ഗ്രിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഫിഷ് ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷും കൂടെ ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു സവാളൻ്റെ ഒരു മസാല ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് ഈ റൈസിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാല കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു റൈസിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.